റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്നതുകൊണ്ട് കിട്ടി. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണല്ലേ, ഇത്ര ആൾക്കാർ, ഇതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആളുകൾ ഇതിൻ്റെ പരിസരങ്ങളിലുണ്ട്. നമ്മുടെ കുറേ സഹോദരിമാർ, ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ 10 ഇരട്ടി ആൾക്കാർ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പരിസരങ്ങളുണ്ട്, മുസ്ലിങ്ങൾ തന്നെ ഉണ്ട്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ അനുഗ്രഹമാണ്. പടച്ചോ നന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് സ്തുതി പറയണം. എല്ലാവർക്കും കിട്ടൂല ഹിദായത്ത്, എല്ലാവർക്കും കിട്ടൂല. നമ്മളൊക്കെ എത്ര ചെറിയ ആൾക്കാരാ, നിസ്സാരക്കാരായ ആൾക്കാരാ. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാരാ? നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു ഉസ്താദോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ആദ്യം കേൾക്കുന്നത് ഒരുപക്ഷെ അഫ്ളൽ ഉലമ പോലും കഴിയാത്ത ഏതെങ്കിലും ഒരു സാധാരണ ഉസ്താദ് നിന്ന് മദ്രസ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പടച്ചവനോട് മാത്രമാണ്. ഇതാണ് ദീന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹിദായത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നേ ചെറിയ പ്രായത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്ത് കൊടുക്കാൻ ശ്രമിച്ചത് സ്വന്തം എളാപ്പാക്കാണ്, അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, മരിക്കുന്നതിന് മുമ്പ് ഒറ്റ തവണ നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് പോയി അത് വെച്ച് സംസാരിക്കും. അള്ളാഹിനോട് പോയി അത് വെച്ചിട്ട്, എൻ്റെ എളാപ്പ മരിക്കുന്നതിന് മുമ്പ് റബ്ബെ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? അള്ളാഹിനോട് സംസാരിക്കും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ, റസൂൽ പറഞ്ഞില്ലേ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കാൻ എൻ്റെ എളാപ്പയാണ്. ആ ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ്. ആ ചെരുപ്പിട്ടാൽ തലച്ചോറ് തിളക്കുമെന്നാണ്. തലച്ചോറ് തിളക്കുന്ന പാദരക്ഷകൾ, അതാണ് നരകത്തിലെ ഏറ്റവും ശിക്ഷ. അതെൻ്റെ എളാപ്പാക്കാണ് അനുഭവം. എന്താ കാരണം എന്നറിയോ? അബൂ ത്വാലിബ് പറഞ്ഞു, ഈ ലോകത്ത് സത്യം മാത്രം പറയുന്നവനാണ് മോനെ നീ. റസൂലിനോട് പറയാണ് അബൂ ത്വാലിബ്, സത്യം മാത്രം പറയുന്നവരാണ്, എനിക്കതറിയാം. നീ പറയുന്നതാണ് സത്യം എന്നെനിക്കറിയാം. ആരാ പറയുന്നത്? അബൂ ത്വാലിബ് പറയാൻ, നീ പറയുന്നതാണ് സത്യം എന്നെനിക്കറിയാം. ആൾക്കാർ പറയും മുജാഹിദീങ്ങൾ പറയുന്നതാണ് സത്യം എന്നൊക്കെ അറിയാം, പക്ഷെ അതിപ്പോ പറ്റൂല, സ്വീകരിക്കാൻ കഴിയൂല. നീ പറയുന്നതാണ് സത്യം എന്നെനിക്കറിയാം. അബൂ ത്വാലിബ് പറയാൻ, പക്ഷെ എന്നെ കൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടത്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ്, എൻ്റെ ഉപ്പ മുഹമ്മദ് കൊണ്ടുവന്ന ആശയം സ്വീകരിച്ചിട്ടൊന്നുമല്ല മരിച്ചത്. ഇപ്പൊ മരിച്ചത് എങ്ങനെയാ? വാപ്പ എങ്ങനെയാ മരിച്ച? ആ ദീനും അതിരിക്കും. അബൂ ത്വാലിബിന്റെ മനോഗതിയാണ്. എല്ലാ സഹായവും ചെയ്തു. ഞാൻ മരിക്കുന്നത് വരെ, അബൂ ത്വാലിബിന്റെ വാക്കാണ്, ഞാൻ മരിച്ചിട്ട് എന്നെ മണ്ണിനടിയിൽ വെക്കുന്നത് വരെ മുഹമ്മദെ നിന്റെ രോമത്തിൽ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കൂല. അബൂ ത്വാലിബിന്റെ വാക്കാണ്. നമുക്ക് റസൂലുള്ളാഹിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കൂലേ? എത്ര ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ. അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ചെറിയൊരു ഹിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ നമ്മളൊക്കെ അത് ഉപയോഗിക്കും. റസൂലുള്ളാഹിന് ഒരു ദിവസം റസൂലുള്ളാഹിക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ, ഒരു രാത്രി നമ്മുടെ വീട്ടിൽ കിടത്തി ഉറക്കാൻ, റസൂലിനെ ശത്രു ഉപദ്രവിക്കാതെ, ശത്രു ആക്രമിക്കാതെ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ദിവസം സംരക്ഷണം കൊടുക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് ഇവിടെ നറുക്കിട്ടെടുക്കേണ്ടി വരും. നമുക്കൊരവസരം വരികയാണ്, ഇത്രയും ആൾക്കാരെടുത്തിട്ട് പറയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം കൊടുക്കണം, ഒരു ദിവസം രാത്രി വീട്ടിൽ താമസിപ്പിച്ച് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അതിന് തയ്യാറുള്ളതെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചൊക്കെ നമ്മൾ അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ത്വാലിബ് സംരക്ഷിച്ചു. അബൂ ത്വാലിബിന്റെ വാക്കാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന, മരിച്ചിട്ട് മണ്ണിനടിയിൽ എന്നെ കുഴിച്ചു മൂടിയതിന് ശേഷമല്ലാതെ നിന്റെ രോമത്തിൽ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് അബൂ ത്വാലിബിന്റെ വാക്കാണ്. അങ്ങനെ റസൂലിനെ സംരക്ഷിച്ച അബൂ ത്വാലിബ് മരിക്കുമ്പോൾ റസൂൽ പറഞ്ഞു, തലക്കുമ്പാ തിരുന്നിട്ടാ പറഞ്ഞത്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു അഭ്യർത്ഥനയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അപേക്ഷയാണ്. എന്തിനാണിത്? അബൂ ത്വാലിബ് അത് പറയുമ്പോൾ മനസ്സ് തട്ടോ, ഈമാൻ വന്നോ, ശരിക്കുള്ള മുസ്ലിമായോ? ഇതൊന്നുമല്ല. ഞാൻ അത് വെച്ച് എൻ്റെ റബ്ബിനോട് തർക്കിക്കും, എൻ്റെ എളാപ്പാനെ രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ പറയും. അങ്ങ് അതൊന്ന് പറയണം. പറഞ്ഞില്ല അബൂ ത്വാലിബ്. മരിക്കാതെ മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? അതെല്ലാവർക്കും പറയാൻ കഴിയും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും വാക്കിൽ, വർത്തമാനങ്ങളിൽ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും അവസാനമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ കണ്ണടക്കുന്നതിന് മുമ്പ്, മരിച്ചു പോണതിന് മുമ്പ് ഏറ്റവും അവസാനം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ജീവിതം ദുനിയാവിൽ തീരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്താ ഉറപ്പെന്നറിയോ? ഇത് റസൂൽ തന്ന ഉറപ്പാ. അല്ലാണ്ട് റസൂൽ എന്താ ഉറപ്പെന്നറിയോ? ദഖലൽ ജന്ന. അതിന് ഭാഗ്യമുള്ളവരായി അള്ളാഹു നമ്മളെ തീർക്കുമാറാകട്ടെ. സ്വർഗത്തിലാണ് അള്ളാന്റെ റസൂൽ തന്ന ഉറപ്പാണ്. പക്ഷെ അത് ആർക്കാ കഴിയാ? റസൂൽ ഇങ്ങനെ നിന്നിട്ട് മരിക്കാൻ നേരത്തെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അബൂ ത്വാലിബിന് ആ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കാ കഴിയാ? എല്ലാവർക്കും. നമുക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അങ്ങനെയല്ല. അതല്ല കേട്ടോ, ആ ഹദീസിന്റെ അർത്ഥം അതല്ല. നമ്മൾ സ്വപ്നം കാണൂലേ? സ്വപ്നം കാണുമ്പോൾ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എണീച്ച് ഓടാൻ തോന്നും.
പക്ഷെ ഓടാൻ കഴിയൂല. നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ഉറക്കത്തിലും സ്വപ്നത്തിലൊക്കെ ഓടണം തോന്നും, ഓടാൻ കഴിയൂല. നമുക്ക് അലറി വിളിക്കണം എന്ന് തോന്നും. ചെറുപ്പത്തിലൊക്കെ സ്വപ്നം കാണുമ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന പലതും ഇങ്ങനെ വന്ന് നമ്മളങ്ങനെ പിടിക്കാൻ വരുമ്പോൾ, ആരോ നമ്മളെ പിടിക്കാൻ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒച്ചട്ടം നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കണം എന്ന് തോന്നും. പക്ഷേ നാവിന്ന് സ്വരം പുറത്തേക്ക് വരില്ല, ശബ്ദം പുറത്തേക്ക് വരില്ല. ശരിയായ രൂപത്തിൽ ഒച്ചടാൻ, അട്ടഹസിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഉറക്കം പോലെയാണ് നിങ്ങളുടെ മരണം, ഉണർച്ച പോലെയാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അള്ളാഹു നമ്മളെ മരിപ്പിക്കുമ്പോൾ അവസാനത്തെ നിമിഷങ്ങളിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമാകണം. നാവ് കൊണ്ട് പറയാ എന്നുള്ളത് എളുപ്പമല്ല എന്നതിനാണ് ഞാൻ നിങ്ങളോട് അബൂ താലിബിനെ പറ്റി പറഞ്ഞത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അപ്പം ഞാനും നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, നമസ്കാരത്തിൽ നമ്മുടെ ദിക്റുകളിൽ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്